ജനങ്ങളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ ഇവിടെ നിന്നോ ഒരു പാട്ടിന്റെ ശബ്ദം കേൾക്കുകയാണ്. പാതിരാത്രി സമയത്ത് ഉണർന്നിരുന്ന പാട്ടു പാടുന്നതാരാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാതോർത്തു നോക്കി. ആരാണ് പാതിരാവിന്റെ പഴുതിൽ ഉറക്കമൊളിച്ച് പാട്ടുപാടി കഴിയുന്നതാരാണ്? ഇസ്ലാമിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കാതുകൂർപ്പിച്ചു. ഒരു താഴ്വാരത്ത് നിന്ന് പാട്ടു കേൾക്കുന്നു. ആരുടെ പാട്ടാണ്? ആരാണ് ഈ രാത്രി ഉറങ്ങാതെ ഉറക്കമൊളിച്ച് പാട്ടുപാടി കഴിയുന്നതാരാണ്? ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ നോക്കുമ്പോൾ ഒരു താഴ്വാരത്തുള്ള ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്നും മധുര 17കാരിയായ ഒരു പെണ്ണ് പാട്ട് പാടുകയാണ്. മധുര 17കാരിയായ ഒരു പെണ്ണ് പാട്ട് പാടുകയാണ്. തതവലഹാദല്ലൈലോ ഫഖ്തസ്സ ജാനിബോ ഫഅറഖനി അല്ലാ ഖലീലുൻ നുലാഴിബോ തതവലഹാദല്ലൈലോ ഫഖ്തസ്സ ജാനിബോ ഫഅറഖനി അല്ലാ ഖലീലുൻ നുലാഴിബോ ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ അവാഖിബു فوالله لولا الله تخشع عواقبه لحرك من هذا سريري جوانبه. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാത്രി സമയത്ത് പാട്ടുകേട്ട കുടിലിന്റെ ഭാഗത്തേക്ക് കാതുകൾ കൂർപ്പിച്ച് നടക്കുകയാണ്. ഒരു മധുര 17കാരിയായ പെണ്ണ് പാതിരാത്രിയിൽ ഉറക്കമൊളിച്ചിരുന്നിട്ട് പാട്ടു പാടുകയാണ്. തതവലഹാദല്ലൈലു ഫഖ്തസ്സ ജാനിബു ഫഅറഖനി അല്ലാ ഖലീലുൻ നുലാഴിബോ. ഈ രാത്രി എത്ര ദീർഘമുള്ള രാത്രിയാണ്! ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്! ഒന്ന് പ്രഭാതമാകുന്നില്ലല്ലോ, ഞാൻ ഉറക്കമൊളിക്കുകയാണല്ലോ. ഒന്ന് പ്രഭാതമാകുന്നില്ലല്ലോ, ഞാൻ ഉറക്കമുണർന്നിരിക്കുകയാണല്ലോ. എന്നോട് സല്ലപിക്കാൻ, എന്നോട് കിന്നരിക്കാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ കളിത്തോഴൻ, എന്റെ കളിക്കൂട്ടുകാരൻ എന്റെ സവിധത്തിലില്ലല്ലോ, എന്റെ സാന്നിധ്യത്തിലില്ലല്ലോ. എന്റെ കളിക്കൂട്ടുകാരനായ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ എനിക്കുറക്കം വരുന്നില്ല. ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്? ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്? فوالله لولا الله تخشى عواقبه فأرقني ألا خليل نلاعبه فأرقني ألا خليل نلاعبه. അല്ലാഹുവിനെ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷയെ ഞാൻ പേടിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ കഠിന കഠോരമായ അദാബിനെ എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോടുള്ള കടപ്പാടിനെ പറ്റി എനിക്ക് ബോധ്യമില്ലായിരുന്നെങ്കിൽ, ഈ ഞാൻ കിടന്നുറങ്ങുന്ന കട്ടിൽ, ഈ താഴ്വാരത്ത് ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കാൻ വരും
വരുന്ന ആട്ടിടയന്മാരായ യുവകോമളന്മാരെ കൊണ്ട് ചലിക്കുമായിരുന്നു, കരയുമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്തരം ഒരു മീനിംഗ് ഉള്ള ഗാനം കേട്ടപ്പോൾ ഖൽബിലങ്ങ് കൈവച്ചു പോയി. ഒരു മധുര 17കാരിയായി ഏകാകിനിയായി കൂട്ടിൽ കിടക്കുന്നൊരു കിളിയെപ്പോലെ, തൻ്റെ സഹകൂട്ടുകാരൻ അടുത്തില്ലാതെ, തൻ്റെ ഇണക്കുരുവി കൂടെയില്ലാതെ വിലപിക്കുന്നൊരു കുരുവിയെപ്പോലെ, ഒരു കിളിയെപ്പോലെ, ഒരു പറവയെപ്പോലെ ശോകാർദ്രമായ ഗാനമാലപിക്കുന്ന ഈ പെൺകുട്ടിയോട് ഖൽബിലങ്ങ് മതിപ്പ് തോന്നുകയാണ്. അല്ലാഹുവിനെയാണ് അവൾ പേടിക്കുന്നത്, അല്ലാഹുവിന്റെ അദാബിനെയാണ് അവൾ ഭയപ്പെടുന്നത്. അതുപോലെ തന്റെ ഭർത്താവിനോടുള്ള കടപ്പാടിനെ സംബന്ധിച്ചാണ് അവൾ ഓർക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതാരായിരുന്നുവെന്നറിയുമോ? അതൊരു പട്ടാളക്കാരന്റെ ഭാര്യയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് പങ്കെടുക്കാൻ ഏതോ ഒരു രാജ്യത്ത് വിദൂരമായ യാത്ര ചെയ്ത മാസങ്ങളായി തിരിച്ചെത്താത്ത ന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും അത്തരമൊരു രോദനം കേട്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അതിനെതിരെ നടപടിയെടുക്കുകയാണ്. ആ പട്ടാളക്കാരനെ തിരിച്ചു വിളിച്ച് അവൾക്കൊപ്പം കഴിയാൻ കൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഏതൊക്കെയോ കാമുകന്മാരെ വിളിച്ചിട്ട് ഭർത്താവ് കിടക്കുന്ന പെട്ടിൽ കിടത്തി തോന്നിവാസങ്ങൾ ചെയ്യുന്നു. അല്ലാഹുവിനെ നിങ്ങൾ മറന്നോ? ഹബീബിനെ നിങ്ങൾ മറന്നോ? പാതിരാത്രികളിൽ ദുബൈയിൽ നിന്നോ ഖത്തറിൽ നിന്നോ ഒമാനിൽ നിന്നോ ഫോൺ വരുന്നു, ഭർത്താവിന്റെ ഫോൺ വരുന്നു. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഭർത്താവിന്റെ ഫോൺ വരുമ്പോൾ തന്റെ കാമുകനോടൊപ്പം ഭർത്താവ് കിടക്കേണ്ട ബെഡിൽ അവൾ സല്ലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവനോട് പറയും, കാമുകനോട് പറയും, മിണ്ടല്ലേ, ആര് വിളിക്കുന്നുണ്ട്, ആര് വിളിക്കുന്നുണ്ട്, ശബ്ദമുണ്ടാക്കല്ലേ പൊന്നെ. കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കലാകായിക പരിപാടികളുടെ ബാത്തിലാകും ചക്കരെ. മിണ്ടല്ലേ എന്ന് പറഞ്ഞ ഭർത്താവിനെ വഞ്ചിക്കുന്ന സമുദായത്തിൽ ഭർത്താക്കന്മാരുടെ വിലയറിയാത്ത എത്രയോ തോന്നിവാസികളായ പ്രവാസികളുടെ ഭാര്യമാരുണ്ട്. എന്നാൽ അല്ലാഹുവിനെ പേടിച്ച് ഭർത്താക്കന്മാരെ സൂക്ഷിച്ച് അവരോട് ഖൽബ് പങ്കുവെച്ച് ജീവിക്കുന്ന എത്രയോ സ്വാലിഹാത്തുകളായ പെങ്ങന്മാരുണ്ട്. അവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. എന്റെ ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങളത്തരം തോന്നിവാസങ്ങൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകല്ലേ. അല്ലാഹുവിനെ നിങ്ങൾ മറന്നു കളയല്ലേ പെങ്ങളെ. കാരണം വിശുദ്ധമായ ഖുർആനിൽ പരിശുദ്ധനായ അല്ലാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്നറിയുമോ? ഭൗതികമായ ദുനിയാവിന്റെ പളപളപ്പുകളിൽ, ദുനിയാവിന്റെ ഈ കാണുന്ന കാഴ്ചകളിൽ ഇങ്ങനെ മതിഭ്രമിച്ച് ഐഹികമായ ജീവിതത്തിന്റെ ആഡംബരങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച് കഴിയുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്കിവിടെ ഒരു കുഴപ്പവും ഉണ്ടാകൂല. ദുനിയാവിൽ അടിച്ചു പൊളിക്കാമെന്ന് കരുതിയോ? നിങ്ങൾ എത്രയോ കാമുകന്മാരെ സമീപിച്ചു, നിങ്ങളുടെ ഭർത്താക്കന്മാരറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തു, നിങ്ങളുടെ മക്കളത് അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ മാനത്തിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല വീടുണ്ട്, എയർ കണ്ടീഷൻ ഫിറ്റ് ചെയ്ത റൂമുണ്ട്, നിങ്ങൾക്ക് വലിയ കാറുണ്ട്, നല്ല സെറ്റപ്പിലാ, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്. പെങ്ങളെ, നീ മനസ്സിലാക്കുന്നോ? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ കരുതുന്നോ നീ അങ്ങ് രക്ഷപ്പെട്ടെന്ന്? അല്ലാഹ് പറയുന്നത് കണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ കാന യുരീദുൽ
الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون من كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم وهم فيها لا يبخسون. ആരെങ്കിലും ഐഹികമായ ജീവിതത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഐഹികമായ ജീവിതവും അതിൻ്റെ ആഡംബരങ്ങളുമാണ് ആരെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് നമ്മൾ പൂർത്തീകരിച്ചത് മുഴുവനും നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് കുറവൊന്നും വരുത്തൂല. നല്ല തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പണിപ്പുരയാണ് ക്യാമ്പസ് എന്ന് പരാമർശിക്കപ്പെടുന്ന ക്യാമ്പസിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ അവിടെ അന്യ പെണ്ണാണുങ്ങളുടെ കയ്യിൽ പിടിച്ച് അന്യ പെണ്ണുങ്ങളുടെ കയ്യിൽ പിടിച്ച് പാർക്കുകളിലും ബീച്ചുകളിലും തോന്നിവാസം നടത്താൻ വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിനെ മറന്നിട്ട് ഐസ്ക്രീം പാർലറുകളിൽ കറങ്ങാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ആ ചെയ്ത കാര്യം ആരും അറിഞ്ഞില്ലല്ലോ എന്ന് മനസ്സിലാക്കി നീ അങ്ങ് സന്തോഷിക്കണ്ട. ദുനിയാവിൽ അതാരും ഒരുപക്ഷേ അറിയില്ല. أولئك الذين ليس لهم في الآخرة إلا النار أولئك الذين ليس لهم في الآخرة إلا النار وحبط ما صنعوا فيها وباطل ما كانوا يعملون وحبط ما صنعوا فيها وباطل ما كانوا يعملون. പാരത്രികമായ ലോകത്ത് സമ്മാനമായി ലഭിക്കുന്നത് എന്താ? നരകത്തിന്റെ അഗ്നിയാണ് മോനെ. നരകത്തിന്റെ അഗ്നിയാണ് നിന്നെ പാരത്രിക ലോകത്ത് കാത്തിരിക്കുക. ഇവിടെ ചെയ്തു കൂട്ടിയതിനൊക്കെയും ഫലങ്ങളൊന്നും ഉണ്ടാകൂല. ആളുകളെ പറ്റിച്ച് നീ നിസ്കാരത്തിന് പങ്കെടുത്തിരുന്നോ? ആളുകളെ പറ്റിച്ച് നീ വഴുതിന് വന്നിരുന്നോ? ദുനിയാവിൽ കുറെ സൽക്കർമ്മങ്ങളൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി നീ അങ്ങ് ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും ഫലപ്പെടുന്നില്ല. ഇവിടെ കാണിച്ച തോന്നിവാസങ്ങൾക്ക് പകരം അല്ലാഹു ആഖിറത്തിൽ പകരം വീട്ടാൻ ഉദ്ദേശിച്ചാൽ ആഖിറത്തിൽ നമുക്ക് സമ്മാനം ലഭിക്കുന്നത് നരകത്തിന്റെ തീയാണ്. നാരകീയമായ അഗ്നിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് പകരമായി നാരകീയമായ അഗ്നി സമ്മാനമായി മേടിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? തെറ്റുകൾ മാനുഷികമാ, സ്വാഭാവികമാ. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം. എന്നാൽ അല്ലാഹു കാരുണ്യവാനാണ്. ഖുർആൻ ആരംഭിക്കുന്നത് മുഴുവനും അല്ലാഹുവിന്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, അല്ലാഹുവിനെ സ്തോത്രം ചെയ്തുകൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകളും ആരംഭിക്കുന്നത്. മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ എന്ത് വിചാരിക്കുന്നു? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ക്യാമ്പസുകളിൽ പോയി നോക്കിയാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഴയ കാലത്തുള്ള ക്യാമ്പസ് ഒന്നുമല്ല.
പഴയ കാലത്തുള്ള ക്യാമ്പസ് ഒന്നുമല്ല. ഏതെങ്കിലും കവിമാര് പാടിയാലും കുറച്ച് ഡിസിപ്ലിൻ ഉള്ള കവിതകളായിരുന്നു. ഇന്ന് മുഴുവനും തോന്നിവാസങ്ങളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയുള്ള പാട്ടുകളും പാടി മൊബൈൽ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിങ്ങനെ കറങ്ങി നടക്കുന്ന പുതിയ യുവതലമുറ ഇതെവിടേക്കാണ് ചെന്ന് അവസാനിക്കുന്നത്? നമ്മൾ ഈ മജ്‌ലിസിൽ വെച്ച് പ്രതിജ്ഞയെടുക്കുക, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കുക. കണ്ടില്ലേ ഒരു സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹം ഈ ലോകത്ത് അസാൻമാർഗികതകൾ മുഴുവനും നടമാടുന്ന സന്ദർഭത്തിൽ എവിടെ നോക്കിയാലും ഹറാമാണ് കാണുന്നത്, എവിടെ നോക്കിയാലും തോന്നിവാസങ്ങളാണ് കാണുന്നത്. ഇനി ഈ ദുനിയാവിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഇനി ഈ ദുനിയാവിൽ എനിക്ക് വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കാട്ടിലേക്ക് സഞ്ചരിച്ചു പോയി. ഏകാന്തമായൊരു വനാന്തരത്തിന്റെ അകത്തളത്തിൽ, ആരോരുമില്ലാത്തൊരു കാട്ടിന്റെ അകത്തളത്തിലേക്ക്, ഏകാന്തമായൊരു കാട്ടിന്റെ അകത്തളത്തിലേക്ക് ആ മനുഷ്യനങ്ങ് യാത്ര ചെയ്തു. അവിടെ പോയി ഏകാന്തതയുടെ വിജനതയിൽ, ആരുമാരുമില്ലാത്ത കാട്ടിൽ മൃഗങ്ങൾ വിഹരിക്കുന്ന, ഇഴജന്തുക്കൾ ഇഴയുന്ന, വന്യമൃഗങ്ങൾ ഘോരമായ ഗർജനങ്ങൾ ഉതിർക്കുന്ന കാട്ടിന്റെ അകത്തളത്തിൽ അയാളങ്ങിരുന്ന് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. പാതിരാത്രി ഒരു ദിവസമതാ, പാതിരാത്രി സമയത്ത് 10-20 വർഷക്കാലം അങ്ങനെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ മനുഷ്യന്റെ ഒരു പാതിരാത്രി സമയത്ത് വാതിലൊരു മുട്ട് കേൾക്കുകയാണ്. അതിശക്തമായ മഴ പെയ്യുന്ന രാത്രി. ആ വനത്തിന്റെ അകത്തളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിന്റെ അതിശക്തമായ ഉരസലിൽ മരങ്ങൾ തല്ലിത്തകർക്കുന്ന അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിൽ 20 വർഷക്കാലം ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയ മനുഷ്യന്റെ വാതിലൊരു മുട്ട് കേൾക്കുന്നു. ആ മനുഷ്യൻ തന്റെ ആശ്രമത്തിന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു മധുര 17-കാരിയായൊരു പെണ്ണ് നനഞ്ഞ വസ്ത്രങ്ങളുമായി, അവളുടെ മാദകത്വം തുളുമ്പുന്ന മദാലസയായ പെണ്ണ്, മാദകത്വം തുളുമ്പുന്ന അവളുടെ ശരീരങ്ങളിൽ നനഞ്ഞൊട്ടിയ വസ്ത്രങ്ങളുമായി പേടിച്ചരണ്ട പോലെ വന്ന് അഭയം ആവശ്യപ്പെടുകയാണ്. 20 വർഷക്കാലം സൂഫിയായി, അല്ലാഹുവിന്റെ ഇബാദത്തിലായി, അല്ലാഹുവിന്റെ ഫിക്റിലായി, അല്ലാഹുവിന്റെ ദിക്റിലായി, അല്ലാഹുവിന്റെ ലയനത്തിലായി, അല്ലാഹുവിന്റെ മതിഭ്രമതയിലായി ജീവിച്ചു പോയി പാവപ്പെട്ട മനുഷ്യന്റെ കൽവങ്ങ് മാറുകയാണ്. ആ പെണ്ണങ്ങ് ആശ്രമത്തിന്റെ അകത്തളത്തിലേക്ക് കയറിയിട്ട് അവിടെ കത്തിക്കൊണ്ടിരുന്ന അരണ്ട വെളിച്ചത്തിൽ അവൾ ഉടുത്തിരുന്ന വസ്ത്രം മുഴുവനും അങ്ങ് അഴിച്ചു മാറ്റുകയാണ്. പിന്നെ അവിടെ നടക്കേണ്ടാത്തതെല്ലാം ആ മനുഷ്യന്റെ കൽബിൽ നിന്ന് നിയന്ത്രണങ്ങൾ മുഴുവനും ചരട് പൊട്ടി കയറ് പൊട്ടി മാറുകയാണ്. 7 ദിവസക്കാലം സുഖിച്ചുകൊണ്ട്, മതിച്ചുകൊണ്ട്, പുളച്ചുകൊണ്ട്, അശ്ലീലതകളിൽ ഇടപെട്ടുകൊണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട്, അല്ലാഹുവിന്റെ ഹബീബിനെ വിസ്മരിച്ചുകൊണ്ട് തോന്നിവാസങ്ങളിലായി അങ്ങ് ജീവിക്കുകയാണ്. 7ാമത്തെ ദിവസമായപ്പോൾ ഈ പെണ്ണ് പോകാനൊരുങ്ങി. 7ാമത്തെ ദിവസമായപ്പോൾ ഈ പെണ്ണ് പോകാനൊരുങ്ങി. ഇയാളുടെ പെണ്ണിനെ വിടുന്നില്ല. നീ ഇല്ലാതെ എനിക്കിനി ജീവിക്കാനാകില്ല, നീ എന്നെ പിരിഞ്ഞു പോകാൻ പാടില്ല എന്നയാളങ്ങ് ശാഠ്യം പിടിക്കാൻ തുടങ്ങി. ഏകാന്തമായ ഈ വിജനതയിൽ എനിക്ക് താങ്ങ് തന്ന സഖിയേ, ഏകാന്തമായ വനാന്തരത്തിന്റെ അകത്തളത്തിൽ എനിക്ക് സ്വർഗം പണിത പ്രിയ പത്നി, എന്റെ പ്രിയപ്പെട്ട കാമുകി, എന്നെ പിരിഞ്ഞ് നീ പോകാൻ നിന്നെ അനുമതിക്കില്ല ഞാൻ എന്നയാളങ്ങ് ശാഠ്യം പിടിച്ചപ്പോൾ ആ സൗന്ദര്യവതിയായ ആ പെണ്ണിന്റെ കോലമങ്ങ് മാറുകയാണ്. ഒരു പിശാചിന്റെ രൂപത്തിലേക്ക് അവളുടെ ശരീരമങ്ങ് രൂപമാറ്റം സംഭവിക്കുകയാണ്.
തട്ടഹസിച്ച് പൊട്ടി പൊട്ടി കുലുങ്ങി കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവള് പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു മദാലസയായ മാദകത്വം തിടമ്പുള്ള സൗന്ദര്യവതിയായ ഒരു മനുഷ്യയല്ല ഞാനൊരു പിശാചാണ്. 20 വർഷക്കാലം അള്ളാഹുവിന്റെ ദിക്റിലായി ഫിക്റിലായി അള്ളാഹുവിന്റെ ചിന്തയിലായി കഴിഞ്ഞുകൂടിയ നിങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി കടന്നു വന്ന ഒരു പിശാചാണു ഞാൻ, ഒരു ഇബ്ലീസാണു ഞാൻ എന്ന് പറഞ്ഞ് അട്ടഹാസം മുഴക്കിക്കൊണ്ട് ആ പ്രേതമങ്ങ് യാത്രയായി. ആ സൗന്ദര്യവതിയായ യക്ഷിയങ്ങ് അപ്രത്യക്ഷമായി. സുബ്ഹാനല്ലാഹ്, 20 വർഷക്കാലം യജമാനനായ അല്ലാഹുവിലേക്ക് ഖൽബ് കൊടുത്ത് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ഈ സൂഫിയായ പാവപ്പെട്ട മനുഷ്യന്റെ ഖൽബങ്ങ് പൊട്ടി. അല്ലാഹുവേ അല്ലാഹുവേ അനീസി ഇൻദ വഹ്ദതി റഫീഖി ഇൻദ ജല്ലതി. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പശ്ചാത്താപത്തിന്റെ കണ്ണീരൊഴുക്കിക്കൊണ്ട് യാതനയുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അയാളങ്ങ് പ്രതിജ്ഞ ചെയ്യുകയാണ്, സംഭവിച്ചു പോയി അല്ലാ, സംഭവിച്ചു പോയി അല്ലാ, നീ കാരുണ്യവാനാണ് റബ്ബേ, നീ കരുണയുടെ ഉറവിടമാണ് പടച്ചവനേ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ, എനിക്ക് മാപ്പ് നൽകണേ അല്ലാ. അയാള് മദീന ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അല്ലാഹുവിന്റെ റസൂല് മറവിട്ട് കിടക്കുന്ന മദീന, ഹബീബായ തങ്ങൾ വഫാത്തായി മറമാടപ്പെട്ട പരിശുദ്ധമായ മദീന. പാപികളായ നമ്മൾ മദീനയിൽ പോകുന്നതെന്നാണ്, പാവങ്ങളായ നമ്മൾ മദീന കാണുന്നതെന്നാണ്. मेरे दिल तड़प रहा है, मेरा जल रहा है सीना, के दवा वही मिलेगी, मुझे ले चलो मदीना. मेरा दिल तड़प रहा है, मेरा जल रहा है सीना, के दवा वही मिलेगी, मुझे ले चलो मदीना, मुझे ले चलो मदीना. My heart is beating and my chest is beating. എന്റെ ഹൃദയം പിടപെടക്കുന്നു, എന്റെ നെഞ്ചകം ചൂടുപിടിക്കുന്നു. ട്രീറ്റ്മെന്റ് എവിടെയാണ്? ചികിത്സ എവിടെയാണ്? കെദവാ വഹീ മിലേഗി, മുझे ले चलो मदीना, मुझे ले चलो മദീന. ആളുകളെ, ജനങ്ങളെ, എന്നെ നിങ്ങൾ മദീനയിൽ കൊണ്ടുപോകുവീൻ, എന്നെ നിങ്ങൾ മദീനയിൽ കൊണ്ടുപോകുവീൻ. എന്റെ അഭയം മദീനയാണ്, എന്റെ ആശ്രയം മദീനയാണ്, എന്റെ അവലംബം ഹബീബാണ്, എന്റെ അവലംബം ഹബീബാണ്. ആ മനുഷ്യൻ മദീന ലക്ഷ്യമാക്കി അങ്ങ് യാത്ര ആരംഭിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നില്ല, ആഹാരപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന ലക്ഷ്യമാക്കി ആ പാവപ്പെട്ട മനുഷ്യൻ യാത്ര ചെയ്തു പോകുകയാണ്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ നന്നേ വിശക്കുന്നുണ്ട്. ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ടില്ല. നോക്കുമ്പോൾ 10 ആളുകൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. 9 ആളുകളും ഇങ്ങനെ നിരന്നിരിക്കുന്നു. 10ാമത്തവൻ ഒരു ഭാഗത്ത് നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നു.
ഇവരാരും പരസ്പരം മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. ഇയാൾ കുറച്ചു നേരം അവരെ വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി ഇവന്മാര് 10 പേരും അന്ധന്മാരാണ്. 10 പേരും അന്ധന്മാരാണ്. 9 ആളുകൾ പാത്രങ്ങളും പിടിച്ചിങ്ങനെ നിരന്നിരിക്കുന്നു. 10ാമത്തെ ഒരാൾ അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ ആളുകൾ ഭക്ഷണം പാകം ചെയ്യും. അങ്ങനെ ഈ 10ാമത്തെ ദിവസമാണ്. അതുകൊണ്ട് അയാൾ ഭക്ഷണം പാകം ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഭക്ഷണം കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ വിശപ്പിന്റെ ആധിക്യം മൂലം ഈ മനുഷ്യൻ അവരിലൊരാളുടെ പാത്രമെടുത്ത് കാത്തിരുന്നു. ഭക്ഷണം വിളമ്പിയപ്പോൾ അവരിലൊരാളുടെ പാത്രത്തിൽ ഇയാൾക്കും ഭക്ഷണം കിട്ടി. അവസാനം ഒരാൾ ബഹളം വെക്കാൻ തുടങ്ങി. എന്റെ പാത്രം എന്തിയെ? എന്റെ ഭക്ഷണം എന്തിയെ? എന്റെ പാത്രം എവിടെ? എന്റെ ഭക്ഷണം എവിടെ? എനിക്ക് ഭക്ഷണം കിട്ടിയില്ലല്ലോ. ആര് പറഞ്ഞു ഭക്ഷണം കിട്ടിയില്ലാന്ന്? ഞാൻ കൃത്യമായിട്ട് വിളമ്പിയതല്ലേ. 9 ആളുകൾക്ക് ഞാൻ വിളമ്പിയിട്ടുണ്ട്, ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് മറ്റേ ഭക്ഷണം പാകം ചെയ്ത അന്ധനായ മനുഷ്യൻ പറഞ്ഞു. അപ്പോഴീ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ ഇന്ന് എത്ര ദിവസമായി ആഹാരം കഴിച്ചിട്ട് ഈ അന്ധന്മാരായ ആളുകൾ അന്നോടൊന്ന് പ്രയാസപ്പെട്ട് യാചിച്ച് കിട്ടുന്ന ആഹാരപാനീയങ്ങൾ അവർ സൗഹൃദത്തോടെ സ്നേഹത്തോടെ അവരവരുടെ കൂട്ടായ ജീവിതത്തിൽ, കാഴ്ചയില്ലാത്ത പ്രപഞ്ചത്തിൽ അവർ സൗഹൃദത്തോടെ സ്നേഹത്തോടെ ഓരോ ദിവസവും കഴിച്ചുകൂട്ടി മുന്നോട്ട് പോകുന്നു. അവർക്കിടയിൽ നിന്ന് അവരിൽ ഒരാളുടെ വിഹിതം ഞാനെടുത്ത് അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കി. ഈ അന്ധന്മാരുടെ സൗഹൃദം എനിക്ക് തകർക്കേണ്ട കാര്യമില്ല. അയാളുടെ അയാളുടെ ഭാഗത്തേക്ക് നീക്കി വെച്ചിരുന്ന പാത്രമെടുത്ത് അന്ധന്റെ ഭാഗത്തേക്ക് നീക്കി വെച്ചപ്പോൾ അയാൾക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ആഹാരം കിട്ടി. ഞാൻ സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ആഹാരം കുറച്ച് അപ്പുറത്ത് മാറിയിരുന്നു എന്ന് പറഞ്ഞ് അയാൾ ക്ഷമ ചോദിച്ചു. ഈ മനുഷ്യൻ അവിടെ നിന്നും യാത്രയായി. ആഹാരം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ മദീന എന്ന ഒരേ ഒരു ചിന്തയിൽ ചമൻ ചമൻ കെ റോശനി ലോങ്ക ലോങ്ക ശബ്നമി ഇതന പ്യാര നാം ഹൈ നബി 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 വഭൂലു കി ചമൻ ബനാ വഭൂലു കി ചമാർ ബനാ ലോങ്ക ലോങ്ക ശബ്നമി ഇതന പ്യാര നാം ഹൈ നബി 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 നബി. മദീന ലക്ഷ്യമാക്കി മനുഷ്യൻ യാത്ര തുടർന്നു. ഒടുവിൽ അയാളുടെ യാത്ര മദീനയിലെത്തുന്നതിനു മുമ്പേ അങ്ങ് അവസാനിച്ചു പോകുകയാണ്. ആ മനുഷ്യൻ പകുതി വഴിയിൽ വീണിട്ടങ്ങ് മരിക്കുകയാണ്. തളർന്നവശനായ മനുഷ്യൻ പകുതി വഴിയിലെത്തുമ്പോഴേക്ക് അയാളങ്ങ് മരിക്കുകയാണ്. ആകാശലോകത്ത് നിന്ന് നരകത്തിന്റെ മാലാഖമാര് കടന്നു വന്നു. ആകാശലോകത്ത് നിന്ന് സ്വർഗത്തിന്റെ മാലാഖമാര് കടന്നു വന്നു. നരകത്തിന്റെ മാലാഖമാരയാളുടെ ആത്മാവിനെ പിടിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോകാനും സ്വർഗത്തിന്റെ മാലാഖമാര് അയാളുടെ ആത്മാവിനെ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും വേണ്ടി അവിടെ അവതരിക്കുകയാണ്. അവർ പരസ്പരം തർക്കിക്കുകയാണ്. ഇയാള് സ്വർഗാവകാശിയാണ്, മറ്റേ കൂട്ടര് പറയുന്നു ഇയാള് നരകാവകാശിയാണ്. ഇയാള് 20 വർഷക്കാലം ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. ഇയാള് പശ്ചാത്തപിച്ചു മദീന ലക്ഷ്യമാക്കി യാത്രയായ ആളാണ്. അല്ല, ഒരാഴ്ചക്കാലം പിശാചുമായി രതിസല്ലാപത്തിൽ ഏർപ്പെട്ട് തോന്നിവാസം കാണിച്ചയാളാണ്. ഇയാള് നരകത്തിന്റെ ആളാണ്. ഇയാളെ ഞങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ് എന്നിങ്ങനെ തർക്കവിതർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ 2 മാലാഖമാർക്കിടയിലും മധ്യസ്ഥനായി മറ്റൊരു മാലാഖയെ അല്ലാഹു നിയോഗിക്കുകയാണ്. മധ്യസ്ഥനായി വന്ന മാലാഖ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാണ് തർക്കം കൂടുന്നത്? അയാളുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ അളന്നു നോക്കുക തന്നെ, അയാളുടെ കർമ്മങ്ങളെ നമ്മൾ അളന്നു തൂക്കി തിട്ടപ്പെടുത്തുക തന്നെ. അങ്ങനെ അയാളുടെ 20 വർഷക്കാലത്തെ ഇബാദത്തെടുത്തൊരു ത്രാസിൽ വെച്ചു. അയാളുടെ ജീവിതത്തിൽ പിശാചുമായി ബന്ധപ്പെട്ട 7 ദിവസത്തെ മോശമായ പ്രവർത്തനങ്ങളെ എടുത്ത് മറുത്രാസിൽ വെച്ചു.
20 വർഷക്കാലം അയാൾ ചെയ്ത സുജൂദുകൾ അവിടെ നിഷ്ഫലമാകുകയാണ്. 20 വർഷക്കാലം അയാൾ ചെയ്ത നിസ്കാരങ്ങൾ, 20 വർഷക്കാലം അയാൾ ചൊല്ലിയ ദിക്റുകൾ, 20 വർഷക്കാലം അയാൾ ചെയ്ത സൽക്കർമ്മങ്ങൾ അവിടെ പരാജയപ്പെടുകയാണ്. 7 ദിവസക്കാലം അയാൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾക്ക് അവിടെ മുൻഗണന വരികയാണ്, അവിടെ പ്രാധാന്യം വരികയാണ്. നരകത്തിന്റെ മാലാകമാർ അയാളുടെ ആത്മാവിനെ പിടിച്ച് നരകത്തിലേക്ക് യാത്രയാകാൻ ഒരുങ്ങുമ്പോൾ മധ്യസ്ഥനായ മനുഷ്യൻ പറയുകയാണ്, മധ്യസ്ഥനായ മാലാക പറയുകയാണ്, ഇനി ഒരു സൽക്കർമ്മം കൂടി തൂക്കി നോക്കാനുണ്ട്, ഇനിയൊരു സൽക്കർമ്മം കൂടി തൂക്കി നോക്കാനുണ്ട്. ഇയാൾ യാത്ര ചെയ്തു വരുന്ന വഴിയിൽ അന്ധന്മാരുമായി ഇടപെട്ടൊരു സംഭവമുണ്ട്, അതിന്റെ പ്രതിഫലം കൂടി നമുക്കൊന്ന് തൂക്കി നോക്കാം. അങ്ങനെ 20 വർഷക്കാലത്തെ ഇബാദത്തിനെ ഓവർടേക്ക് ചെയ്ത 7 ദിവസത്തെ തോന്നിവാസങ്ങളും ആ അന്ധന്മാരുമായി ഇടപെട്ട് അവർക്കിടയിൽ ഞാൻ ബഹളമുണ്ടാക്കണ്ട, അവർക്കിടയിൽ ഞാൻ അവരുടെ സൗഹൃദം തകർക്കണ്ട, അവർ സൗഹൃദത്തോടെ കഴിയട്ടെ എന്ന് ചിന്തിച്ച് ഈ മനുഷ്യൻ ഒഴിവായി പോയ പ്രതിഫലത്തെ എടുത്ത് ത്രാസിൽ വെച്ചപ്പോൾ 7 ദിവസക്കാലം ഇയാൾ ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾ, 20 വർഷക്കാലം ഇയാൾ ചെയ്ത ഇബാദത്തിനെ മുഴുവനും മറികടന്നിട്ട് കനം തൂങ്ങിയ 7 ദിവസക്കാലം ഇയാൾ ചെയ്തു കൂട്ടിയ ധിക്കാരങ്ങൾ മുഴുവനും അവിടെ പരാജയപ്പെടുകയാണ്, അവിടെ പരാജയപ്പെടുകയാണ്. അയാള് സ്വർഗത്തിന്റെ ആത്മാവായി, സ്വർഗത്തിന്റെ മാലാകമാർ അയാളുടെ ആത്മാവിനെ എടുത്ത് സ്വർഗത്തിലേക്ക് പറന്നു പോകുകയാണ്. സ്വർഗീയ ആരാമങ്ങളിൽ അയാളുടെ ആത്മാവ് പാറിക്കളിക്കുകയാണ്. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ആരും ആശമുറിയേണ്ട കാര്യമില്ല. മുഅ്മിനീങ്ങളെ, മാനുഷികമായി സ്വാഭാവികമായി നാച്ചുറലി പ്രകൃതിപരമായി നമുക്ക് തെറ്റു സംഭവിച്ചേക്കാം. എന്നാൽ ഈ രാത്രിയിൽ അല്ലാഹുവിലേക്ക് ഖൽബുകൾ തിരിയട്ടെ, ഹബീബിന്റെ മദീനയിലേക്ക് മനസ്സുകൾ തിരിയട്ടെ. നമ്മൾ പടച്ച റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് മിൻ കുല്ലി ദംബിൻ തുബ്നാ ഇലല്ലാഹ്. എന്റെ ചെറുപ്പക്കാരനായ മോനെ, 18 വയസ്സുള്ള 19ഉം 20ഉം വയസ്സായി നിന്റെ കോളേജ് കുമാരിയായ ക്ലാസ്മേറ്റിനെ നിന്റെ ബൈക്കിന്റെ പിറകെ ഇരുത്തി ബീച്ചിൽ കറങ്ങുന്ന ചെറുപ്പക്കാരാ, ഐസ്ക്രീം പാർലറുകളിൽ കൊണ്ടുപോയി ഷെയർ ചെയ്യുന്ന ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഉമ്മയറിയില്ല, വാപ്പയറിയില്ല. കാരണം പഠിക്കുന്നത് മംഗലാപുരത്താണ്, അതല്ലെങ്കിൽ നഴ്സിംഗിന് ബാംഗ്ലൂരിലാണ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള ദൂരസ്ഥലങ്ങളിലാണ് പോയി പഠിക്കുന്നത്. അവിടെ വാപ്പ വന്നു നോക്കാറില്ല. എപ്പോഴും സഹോദരൻ അടുത്തുണ്ടാകണമെന്നില്ല, എപ്പോഴും ബന്ധുക്കൾ വാച്ച് ചെയ്യാനില്ല. അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയ സ്ഥലമായതുകൊണ്ട് എന്തോ തോന്നിവാസം ചെയ്താലും ആരും അറിയില്ലെന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ ധിക്കരിച്ചു നീ യാത്ര നടത്തുന്നോ മോളെ, മോനെ? എന്നാൽ കേട്ടുകൊള്ളണേ, മിഅ്റാജിന്റെ രാത്രിയിൽ ആരംഭപ്പൂവായ തങ്ങള് നരകം കണ്ടു, സ്വർഗം കണ്ടു. മിഅ്റാജ് ദിനം രാവിൽ താഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പോയി പെങ്ങളെ. മിഅ്റാജ് ദിനം രാവിൽ താഹ
റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പോയി പെങ്ങളെ മിഴിതള്ളി തോറിത്തതാ ഏറെ സഹിക്കുന്നോർ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾക്ക് അല്ലാഹു വെളുപ്പെടുത്ത കവിതകൾ തന്നത് അന്യ ആണുങ്ങളെ കാണിച്ച് ആകർഷിപ്പിക്കാനല്ല തെരുവിന്റെ കവലകളിൽ കോഴിക്കോട് അങ്ങാടിയിലൂടെ കൊയിലാണ്ടി അങ്ങാടിയിലൂടെ തെണ്ടി നടന്ന് ആൺകുട്ടികളെ ആകർഷിക്കാനല്ല അല്ലാഹുവിന്റെ അനുശാസനകളെ അനുസരിച്ച് അല്ലാഹുവിനെ വിധിപ്പെട്ട് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിതം നയിക്കാനാണ് ഇന്ന് നമ്മുടെ ചെറിയ ചെറുപ്പക്കാരായ കുട്ടികൾ പള്ളിയിൽ ഖുതുബ കേൾക്കാൻ പോലും അവർക്ക് സമയമില്ല. പള്ളിയിൽ ഖുതുബ നടക്കുന്ന നേരത്തെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് ഗെയിം കളിച്ച സമയം കളയുകയാണ്. 5 നേരം നിസ്കരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന്റെ അവസ്ഥ എന്താണ്? ദുഹർ നിസ്കാരത്തിൽ നിസ്കരിച്ച് ജമാഅത്തായി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അവൻ അവന്റെ ജീൻസ് പാന്റിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് നോക്കുകയാണ് അതിന്റെ ഡിസ്പ്ലേയിലേക്ക് എത്ര മിസ് കോളാ വന്നിട്ടുള്ളത്, ആരൊക്കെയാ വിളിച്ചിട്ടുള്ളത്. അവൻ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ അവന്റെ പ്രിയപ്പെട്ട കാമുകി വിളിച്ചിട്ടുണ്ട്, അവന്റെ പ്രിയപ്പെട്ട കാമുകി വിളിച്ചിട്ടുണ്ട്. ഉടനെ അവൻ തിരിച്ചു മെസ്സേജ് അയക്കുകയാണ്. അവൻ മെസ്സേജ് അയക്കുകയാണ് പള്ളിയിലായിരുന്നോ, അപ്പോൾ അവൾ തിരിച്ചേക്കും നിസ്കരിച്ചോ, നിസ്കരിച്ചായിരുന്നോ. അങ്ങനെ പ്രിയപ്പെട്ട കാമുകിയോടൊപ്പം ദുഹറിന് തുടങ്ങിയ മെസ്സേജ് ഒരു പക്ഷേ അസർ വരെ നീളുന്നുണ്ടായിരിക്കാം. അസർ നിസ്കാരത്തിൽ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് വാങ്ങി കേൾക്കുമ്പോൾ സാലിഹായ കുട്ടി അവളോട് റിക്വസ്റ്റ് പ്ലീസ് അസർ പ്രയറിന് ടൈമായി, ഞാൻ പള്ളിയിൽ പോകട്ടെ. അതേ പോയി വരൂ, അല്ലാഹു അനുഗ്രഹിക്കും, എനിക്ക് വേണ്ടി കൂടി ദുആ ചെയ്യണേ എന്നിങ്ങനെ അല്ലാഹുവിനെയും റസൂലിനെയും ദുആ ചെയ്യുമെല്ലാം കാമുകയും കാമുകനും ചമഞ്ഞിട്ട് അധിക്ഷേപം കാണിക്കുന്ന ഈ സമുദായത്തിലെ പ്രായമുള്ള 18 വയസ്സായ 19 വയസ്സായ 15 വയസ്സായ ചെറുപ്പക്കാരായ കുട്ടികളെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അവൻ നോക്കുന്നത് ഫോണിലേക്കാ. അവൻ കാമുകിക്ക് വിളിച്ചിട്ട് ഇശാ നിസ്കാരം വരെ അവൻ സല്ലാപം നടത്തിക്കൊണ്ടിരിക്കുകയാ. ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചവന്റെ പ്രൈവസിയുള്ള റൂമിന്റെ അകത്തളത്തിൽ അവൻ കിടന്നുറങ്ങാൻ നേരത്ത് നെറ്റ് കണക്ഷനുള്ള മൊബൈൽ എടുത്ത് സെർച്ച് ചെയ്ത് അശ്ലീലങ്ങൾ കണ്ട് ആഭാസങ്ങൾ കണ്ട് അവനങ്ങ് തളർന്നുറങ്ങുകയാണ്. സുബഹി നിസ്കാരത്തിന് അവനെ കാണാറില്ല. അങ്ങനെ അവന്റെ ജീവിതം തോന്നിവാസങ്ങളിലായി കഴിച്ചുകൂട്ടി ജീവിച്ചാൽ ഈ യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ് എന്റെ പ്രിയപ്പെട്ട അനുജ. ഇന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയുടെ മക്കൾ വളർന്നു വലുതായി വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, അബ്ദുല്ലാഹ് ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അതാ ഹജ്ജിന് പോയി അബ്ദുല്ലാഹ് ഇബ്നു മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു എന്ന ശ്രേഷ്ഠനായ മനുഷ്യൻ ഹജ്ജിന്റെ വേളയിലാണ്. ഹജ്ജിന്റെ വേളയിൽ ഹജ്ജിന് പോയ അബ്ദുല്ലാഹ് ഇബ്നു മുഅദ്ദിൻ അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നൊരു മനുഷ്യൻ ദുആരക്കുകയാണ്. അല്ലാഹുമ്മ ഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ, അല്ലാഹുമ്മ ഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ. അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ തന്നെ ദുആരന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും അയാൾ ദുആരക്കുന്നു, പടച്ചോനെ എന്നെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാഹ്. എപ്പോഴും ഈ
മനുഷ്യർ ഇങ്ങനെ ദുആരക്കുന്നത് കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഹോദരാ വമാ ഖിസ്സതുക, എന്തു പറ്റി നിനക്ക്, നീ എന്താണ് ഇങ്ങനെ? അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ എന്ന് മാത്രം പറഞ്ഞിങ്ങനെ ദുആരക്കുന്നത്, ലാ യസീദു അലാ ദാലിക ശൈഅൻ, അതല്ലാതെ മറ്റൊന്നും അയാൾ പറയുന്നില്ലല്ലോ. എന്തിനാടാ ഇത് മാത്രം ഇങ്ങനെ ദുആരക്കുന്നത് മോനെ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ലൗ അലിംത ഖിസ്സതി, എന്റെ കാര്യം അറിയുമോ തങ്ങളെ, എന്റെ കഥ നിങ്ങൾക്കറിയുമോ തങ്ങളെ? കാനലി അഖവാനി വകാനൽ അക്ബറു മിൻഹുമാ മുഅദ്ദിനൻ അല്ലന 40 സന, അല്ലന 40 സനതൻ ഇഹ്തിസാബാ. സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ ഒരാൾ 40 വർഷക്കാലം ഒരു പ്രതിഫലവും വാങ്ങാതെ പള്ളിയിൽ മുഅദ്ദിനായി സേവനമനുഷ്ഠിച്ചയാളാണ്. ഫലമ്മാ ഹദറൽ മൗതു, അയാൾ മരിക്കാനടുത്തപ്പോൾ ദഅാ ബിൽ മുസ്ഹഫി ഫളനന്നാ അന്നഹു യതബറകു ബിഹി വയഖറഉ മിൻഹു ശൈആ. വിശുദ്ധമായ ഖുർആൻ ഒന്ന് കൊണ്ടുവരുമോ? മരണാസന്നനായി കിടക്കുന്ന 40 വർഷമായി പള്ളിയിൽ പ്രതിഫലം വാങ്ങാതെ ബാങ്ക് വിളിച്ചിരുന്ന സ്വാലിഹായ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഖുർആൻ ഒന്ന് കൊണ്ടുതരുമോ? അങ്ങനെ ഞങ്ങൾ ഖുർആൻ കൊണ്ടു കൊടുത്തു. പക്ഷേ ഞങ്ങൾ ഭാവിച്ചു അത് ഓതാനായിരിക്കും, അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കുന്ന സമയത്ത് ബറക്കത്തെടുക്കാനായിരിക്കും. ഫളനന്നാ അന്നഹു യതബറകു ബിഹി വയഖറഉ മിൻഹു ശൈആ. പക്ഷേ ഫഅഖദഹു ബിയദിഹി ഫഅശ്ഹദ അലാ നഫ്സിഹി മൻ ഹദറ. ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെ സാക്ഷിയാക്കിയിട്ട്, അവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞയെടുക്കുകയാണ്. ഈ മനുഷ്യൻ അയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞയെടുക്കുകയാണ്. അന്നഹു ബരീഉം മിമ്മാ ഫീ, അന്നഹു ബരീഉം മിമ്മാ ഫീ. ഈ ഖുർആനിൽ നിന്ന് ഞാൻ ഒഴിവാണ്, ഈ ഖുർആനിൽ നിന്ന് ഞാൻ രാജിയാണ്, ഈ ഖുർആനിനെ ഞാൻ നിഷേധിക്കുകയാണ്. ثم تحول إلى دين النصرانية. ക്രിസ്ത്യാനിയായിട്ട് അയാളങ്ങ് പിഴച്ച് മരണപ്പെട്ടു പോകുകയാണ്. 40 വർഷക്കാലം പ്രതിഫലം പറ്റാതെ അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച സ്വാലിഹായ മനുഷ്യൻ അയാളുടെ അവസാനത്തെ ടൈമിൽ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ടുവന്ന് അയാളുടെ നഫ്സിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് അയാളങ്ങ് ലോകത്തോട് നസ്രാനിയായി, ക്രിസ്ത്യാനിയായി അങ്ങ് മരണപ്പെട്ടു പോകുകയാണ്. ഫലമ്മാ ദുഫിന, അയാളെ അങ്ങ് മറമാടിയപ്പോൾ അല്ലനൽ ആഖറു 30 സന. രണ്ടാമത്തെ ജ്യേഷ്ഠൻ അയാള് മുഅദ്ദിനായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. ഒരു 30 വർഷക്കാലം അയാൾ ആ സേവനം പൈസ ഇടപാടില്ലാതെ, ശമ്പളം പറ്റാതെ, സാലറി മേടിക്കാതെ അയാളങ്ങ് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി. ഫലമ്മാ ഹദറൽ മൗതു, മരണമങ്ങ് സംജാതമായപ്പോൾ, മരണം ആഗതമായപ്പോൾ
ഫഅല കമാ ഫഅല ഫഅല കമാ ഫഅല, എന്റെ മൂത്ത ജേട്ടൻ ചെയ്തതുപോലെ വിശുദ്ധ ഖുർആൻ ഇങ്ങ് കൊണ്ടുവന്നേ. ഈ ഖുർആനിൽ നിന്ന് ഞാൻ രാജിയാണ്, ഈ ഖുർആൻ ഞാൻ നിഷേധിക്കുകയാണ്, ഈ ഖുർആനിന്റെ ആശയങ്ങളോട് എനിക്ക് ബന്ധമില്ല. ഞാനൊരു നസ്രാനിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. 30 വർഷക്കാലം നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചിരുന്ന, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജനങ്ങളെ നിസ്കാരത്തിന് വിളിച്ചിരുന്ന മനുഷ്യനുണ്ടല്ലോ, അയാളങ്ങ് ക്രിസ്ത്യാനിയായി ചത്തുപോകുകയാണ്. ഫമാതാ അലാ ദീനിൻ നസ്റാനിയ ഇന്നി യഖാഫു അലാ നഫ്സി അൻ നസീറ മിസ്ലഹുമാ. തങ്ങളെ അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങളെ, എനിക്ക് പേടിയാകുന്നു, ഞാനെങ്ങാനും കാഫിറായി ചത്തുപോകുമോ, ഞാനെങ്ങാനും ക്രിസ്ത്യാനിയായി മരണപ്പെട്ടു പോകുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുന്നു തങ്ങളെ. ഫഉഅവ്വിദുല്ലാഹ തആല അൻ യഹ്ഫള അലാ ദീനി. പടച്ചോനെ, എന്നെ മുസ്ലിമാക്കിയല്ലാതെ മരിപ്പിക്കല്ല അല്ലാഹ് എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് തേടുന്നു. അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ് ദുനിയാ മുസ്ലിമാ എന്ന് ഞാനങ്ങ് തേടുന്നു തങ്ങളെ. അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് അൽ മുഅദ്ദിൻ തങ്ങൾ ചോദിക്കുകയാണ്, സഹോദരാ, നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്യുന്ന തെറ്റെന്തായിരുന്നു? നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്തു വന്ന, അനുവർത്തിച്ചു വന്ന കുറ്റമെന്തായിരുന്നു? മാകാന ദംബുഹുമാ, അവരുടെ പാപങ്ങൾ എന്തായിരുന്നു സഹോദരാ? കാനായ തതബ്ബാനി ഔറാത്തിൻ നിസാ, കാനായ തതബ്ബാനി ഔറാത്തിൻ നിസാ. കണ്ടാസ്വദിച്ചുകൊണ്ട്, നീലചിത്രങ്ങൾ കണ്ടാസ്വദിച്ചുകൊണ്ട്, അശ്ലീലങ്ങൾ കണ്ടാസ്വദിച്ചുകൊണ്ട്, പാതിരാത്രികളിൽ തളർന്നുറങ്ങുന്ന യുവതികളെ, അത് നരകത്തിലേക്കുള്ള സഞ്ചാരമാണ്, അത് നരകത്തിലേക്കുള്ള അപസഞ്ചാരമാണ്. ഈ സഹോദരൻ പറയുന്നത് കണ്ടോ, എന്റെ ഒരു പതിവല്ലായിരുന്നു. എന്താണല്ലേ, സ്ത്രീകളുടെ, അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ നോക്കി ആസ്വദിക്കുന്ന പതിവർക്കുണ്ടായിരുന്നു. കുളിക്കടവുകളിൽ ഒളിച്ചും പാത്തും അവർ പോകുമായിരുന്നു. അത് പഴയ കാലമാണെങ്കിൽ പ്രൈവസിയുള്ള പ്രൈവറ്റായ റൂമിന്റെ അകത്തളത്തിൽ ആരോരും കാണാതെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ച് അശ്ലീലം കണ്ട് ആസ്വദിക്കുന്ന 21 വയസ്സുകാരനായ പൊന്നുമോനെ, മുസ്ലിമായി മരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? മുസ്ലിമായി മരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു വിടില്ല. കൃത്യമായി നിസ്കാരം നടത്തിയെന്ന് പറഞ്ഞിട്ടോ ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ്. അല്ലാഹുവിനെ കബളിപ്പിക്കാൻ പറ്റുമോ? പടച്ച റബ്ബിനെ കബളിപ്പിക്കാൻ കഴിയുമോ? അല്ലാഹു നമ്മളെ സലാമത്ത് നൽകുമാറാകട്ടെ. ഇന്നിവിടെ വഅദ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വേദനയോടെ പറയട്ടെ, പലപ്പോഴും വഅദിന്റെ സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും പരിസരങ്ങളിൽ വ്യഭിചാരം നടന്നില്ലേ? കാരണം ഉമ്മ അവിടെ പോയി, ഉമ്മ വഅദിന് പോയി, വാപ്പ വഅദിന് പോയി, സഹോദരങ്ങൾ വഅദിന് പോയി. പ്ലസ് ടുവിന് പഠിക്കുന്ന മോള് പറഞ്ഞു, ഞാൻ വരുന്നില്ല, തലവേദനയാ, ഞാൻ വരുന്നില്ല, തലവേദനയാ. അവൾ അവളുടെ വീട്ടിൽ തന്നെ കിടന്നു. ഉമ്മാമാര് വാതിൽ പൂട്ടി അങ്ങ് വഅദിന് പോയി. അവളുടെ മൊബൈൽ ഫോൺ കയ്യിലെടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട കാമുകന് മെസ്സേജ് അയച്ചു, BAA വാ മോനെ. അങ്ങനെ അവൻ
പാത്തുമ്പതിങ്ങിയും മതിൽ ചാടി വീട്ടിന്റെ അകത്തളത്തിൽ വന്നു. ബാക്ക് വാതിൽ തുറന്നു കൊടുത്തു, സൗകര്യമൊരുക്കി. ഫർണിച്ചർ ബിസിനസ്സുകാരനായ വാപ്പ മൊബൈൽ ഫോൺ എടുത്തില്ല. നാളെയും ഇടപാടുകാർ വരുന്ന ദിവസമാണ്. പള്ളിയിലെത്തി വഴുതിന് കേൾക്കുമ്പോൾ ഒരു സഹോദരൻ മൊബൈൽ അറ്റൻഡ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്റെ മൊബൈൽ തപ്പി നോക്കിയപ്പോൾ എടുത്തിട്ടില്ല. തൊട്ടടുത്താണ് വീടുള്ളത്. വഴുത് പറയുന്ന ഉസ്താദിന്റെ ശബ്ദം ആ വീട്ടിലൂടെ കേൾക്കുന്നുണ്ട്. നരകത്തെ പറ്റി പറയുമ്പോഴും വ്യഭിചാരത്തെ പറ്റി എതിർത്ത് സംസാരിക്കുമ്പോഴും കള്ളു കുടിക്കില്ലേ എന്ന് പറയുമ്പോഴും അശ്ലീലങ്ങൾ കാണല്ലേ എന്ന് പറയുമ്പോഴും കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന, വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്ന, തോന്നിവാസം കാണിച്ചുകൊണ്ടിരിക്കുന്ന എത്ര ആളുകളാണ്. അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഈ കാലഘട്ടത്തിൽ ദീന സൂക്ഷിച്ച് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. പടച്ചറബേ ഞങ്ങളെ മുഖ്ലിസീങ്ങളാക്കണേ അല്ലാഹ്, ഞങ്ങളെ മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്, ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ഞങ്ങളെ കൈവടിയല്ലേ അല്ലാഹ്. ഇവിടെ വെച്ചു മരിച്ചാലും പിഴഞ്ഞു മരിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ, വാപ്പ ഫർണിച്ചർ മുതലാളിയായ വാപ്പ ഫോൺ എടുക്കാതെ വന്നു. വീട് ഓപ്പണാക്കി തുറന്നു നോക്കുമ്പോ മകളുടെ റൂമിൽ മകളെ കാണുന്നില്ല. മകളെ വിളിച്ചു നോക്കി, ശബ്ദം കേൾക്കുന്നില്ല. തലവേദനയെടുത്ത് വഴുതിന് വരാതെ കിടന്ന മകളുണ്ടല്ലോ. വാപ്പ സംശയം തോന്നി. മുകളിൽ റൂമിൽ ലൈറ്റ് കിടക്കുന്നു. സ്റ്റെപ്പ് കയറി മുകളിൽ കയറി നോക്കുമ്പോൾ അതാ അയലത്തുകാരനായ 18 വയസ്സുകാരൻ അതാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുമായി തോന്നിവാസങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ കലാകായിക പരിപാടികൾ അരങ്ങേറുന്നു. ഇങ്ങനെ തോന്നിവാസങ്ങളിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ദുരന്തം അല്ലാഹു സലാമത്ത് നൽകട്ടെ. എന്റെ വാപ്പമാരെ, നിങ്ങളെ ഞാൻ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല. ദീന് പഠിപ്പിച്ചു നമ്മൾ മക്കളെ, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു, അനുശാസനങ്ങൾ പഠിപ്പിച്ചു, കൽപ്പനകൾ പഠിപ്പിച്ചു. പക്ഷേ എന്നിട്ടും അവർ നമ്മളെ ഓവർടേക്ക് ചെയ്ത് തോന്നിവാസങ്ങളിലേക്ക് പോകുന്നു. എത്രയെത്ര മാതാപിതാക്കളാണ് കരയുന്നത്. ഉസ്താദേ, അവൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തവനെ പഠിപ്പിച്ചതാ. 18 വയസ്സുവരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അവൻ കുടിയനാണ്, പിടിയനാണ്, തോന്നിവാസിയാണ്. അവനെ ദീന് പഠിപ്പിച്ച മോനാണ് എന്ന് പരാതി പറയുന്ന എത്ര ഉമ്മമാരാ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ലവരാക്കട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കട്ടെ. എത്രയോ മക്കളാണ് മാതാപിതാക്കളെ അത്തരം തോന്നിവാസങ്ങൾ ചെയ്ത് വിഷമിപ്പിക്കുന്നത്. അയാളെ പിരിയാനാകൂല, എനിക്ക് അയാളെ വിട്ടുപിരിഞ്ഞ് ജീവിക്കുന്നത് സങ്കല്പിക്കാൻ വയ്യ, അയാൾക്കാണെങ്കിൽ എന്നെ പിരിയാനും കഴിയുന്നില്ല. ദീനീ ബോധമുള്ള മാതാവിനത് എക്സ്പെക്ട് ചെയ്യാനായില്ല. അങ്ങനെ ഒരു ബാഡ് ന്യൂസ് റിസീവ് ചെയ്യാനുള്ള കൽബല്ല ഉമ്മാന്റെ കൽബ്. ഉമ്മാക്കങ്ങ് ദേഷ്യം പിടിച്ചു. കാരണം കൃത്യമായി നിസ്കാരം പഠിപ്പിച്ച ഉമ്മയാണ്. സുബഹിക്ക് ശേഷം ഖുർആൻ ഓതൽ ശീലിപ്പിച്ചു മകളെ. അള്ളാഹുവിന്റെ ദീനിന്റെ ക്ലാസുകൾ പഠിപ്പിച്ചു മകളെ. എന്നിട്ടും മകളേതോ ഒരുത്തൻ വന്ന് ലൈനടിച്ചപ്പോൾ അവന്റെ സൗന്ദര്യത്തിൽ മയങ്ങിക്കൊണ്ട് അവന്റെ പ്രത്യക്ഷത്തിലുള്ള രൂപഭാവങ്ങളിൽ ആകൃഷ്ടനായിട്ട് അവളുടെ ഉമ്മാനെ മറക്കുകയാണ്, വാപ്പാനെ വെറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കാമുകനെ ഉമ്മാനെക്കാളും വാപ്പാനെക്കാളും ഇമ്പോർട്ടൻസ് നൽകി ആദരിക്കുകയും സ്നേഹിക്കുകയും കൽബിൽ കുടിയിരുത്തുകയും ചെയ്യുകയാണ്. ഉമ്മ മുഖമടച്ചൊരടി കൊടുത്തു. എന്തു തോന്നിവാസവാടി പറയുന്നത്? ഇന്നലെ വരെ നീ അത് പറഞ്ഞില്ലല്ലോ. കല്യാണം വിളിയൊക്കെ പൂർത്തിയാകാനായി, കല്യാണത്തിനൊരു
ആഴ്ച മുമ്പാണോ ഈ വർത്തമാനം പറയുന്നത്? ഇതെന്തൊരു നാണക്കേടാ എന്നും ചോദിച്ച് നിഷ്കളങ്കയായ ഉമ്മയങ്ങ് ചൂടായി. 16 വയസ്സുള്ള 17 വയസ്സുള്ള സൗന്ദര്യമുള്ള ഈ മോളങ്ങ് മൗനം പാലിച്ചു. അവൾക്കത് ടെൻഷനായി. ഒരു പെട്രോളിന്റെ ബോട്ടൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പെട്രോളിന്റെ ബോട്ടലും എടുത്തുകൊണ്ട് എല്ലാവരും അശ്രദ്ധരായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞുറങ്ങാൻ കിടന്ന നേരത്ത് ഈ മകൾ അതും എടുത്തുകൊണ്ട്, സൗന്ദര്യവതിയായ ഒരാഴ്ചയേ ഉള്ളൂ ഇനി വിവാഹം നടക്കാൻ, നല്ല സ്വാലിഹായ മണവാളൻ അവളെ വരാൻ കാത്തുകാത്തിരിക്കുന്നു. 1000 സ്വപ്നങ്ങളുമായി ഏതോ ഒരുത്തനുമായി ലൈനടിച്ച് അവനുമായി സംഭാഷണം നടത്തി. ഉമ്മാനെ അവഗണിച്ച്, വാപ്പാനെ അവഗണിച്ച്, കുടുംബക്കാരെ തോൽപ്പിച്ച് ഇവൾ ബാത്റൂമിനകത്ത് കയറി അങ്ങ് വാതിൽ ലോക്ക് ചെയ്തു. അവളുടെ സൗന്ദര്യമുള്ള ശരീരത്തിലൂടെ ആ പൊന്നുമോള് പെട്രോൾ അങ്ങ് പകർന്നു. എന്നിട്ട് കയ്യിൽ കരുതിയിരുന്ന സിഗരറ്റ് ലാമ്പെടുത്തങ്ങ് കത്തിച്ചു. സുബ്ഹാനല്ലാഹ്. ശരീരത്തിൽ ധരിച്ചിരുന്ന സിൽക്ക് പോലത്തെ ഫ്രാക്ക് മോഡലുള്ള വസ്ത്രം അങ്ങ് കത്തി കത്തി. ഇവളിങ്ങനെ കഴിച്ച് പെട്രോൾ ഒഴിച്ചിട്ട് ഈ സിഗരറ്റ് ലാമ്പ് ഓണാക്കിയിട്ട് ഇവളങ്ങ് ബാത്റൂമിൽ അങ്ങൊരു ഇരുത്തമിരിക്കുകയാണ്. അവിടെ അതാ പരിസരത്തുള്ള വാസികൾ നോക്കുമ്പോൾ ബാത്റൂമിൽ നിന്ന് തീ ഉയരുന്നു, പുക ഉയരുന്നു. മിണ്ടുന്നില്ല, ശബ്ദം കേൾക്കുന്നില്ല. ഓടിപ്പോയി വാതില് ചവിട്ടി പൊളിച്ചു നോക്കുമ്പോൾ ആ പൊന്നുമോളുടെ ശരീരം മുഴുവനും അങ്ങ് കത്തിയിരിക്കുകയാണ്. ഉടനെ തന്നെ ആളുകൾ ഓടിക്കൂടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ശുശ്രൂഷ നടത്തി. പൊന്നുമ്മാന്റെ കൽബങ്ങ് വിഷമിച്ചു പോയി. പ്രിയപ്പെട്ട ഉമ്മാന്റെ കൽബങ്ങ് വേദനിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. പൊന്നുമോളെ ദീന് പഠിപ്പിച്ച പൊന്നുമോൾ, നിസ്കാരം പഠിപ്പിച്ച പൊന്നുമോൾ, സുബഹിക്ക് ശേഷം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു വിട്ട പൊന്നുമോൾ ഏതോ ഒരുത്തനുമായൊരു ദുർബല നിമിഷത്തിൽ കമ്പനി അടിച്ചിട്ട് വാപ്പാന്റെ തീരുമാനം മറികടന്ന്, ഉമ്മാന്റെ തീരുമാനം മറികടന്ന് അവരെ സമൂഹത്തിൽ അധിക്ഷേപിക്കാനും അവരുടെ ഇജ്ജത്തിനെ താറടിക്കാനും ബന്ധുമിത്രാദികളെ ലജ്ജിപ്പിക്കാനും നാണം കെടുത്താനും വേണ്ടി 17 വയസ്സുള്ള പൊന്നുമോളുടെ മനസ്സിൽ അപക്വമായൊരു തീരുമാനം വന്നപ്പോൾ അതിനെ പ്രത്യക്ഷത്തിൽ എതിർത്തുപോയ മാതാവ് മെഡിക്കൽ കോളേജിൽ ഐസിയുവിൽ പ്രവേശിച്ച മകളെ കാണാൻ വരുമ്പോൾ അവൾ മറ്റു ബന്ധുക്കളോട് വർത്തമാനം പറയുന്നുണ്ട്, അവളുടെ സഹോദരങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഉമ്മാനെ കാണുമ്പോൾ മുഖമങ്ങ് തിരിച്ചു കളയുന്നു. ഉമ്മാനോട് സംഭാഷണം നടത്തുന്നില്ല, ഉമ്മാനോട് മിണ്ടുന്നില്ല. ഉമ്മാന്റെ അടുത്ത് വരുമ്പോൾ ഉമ്മാനോട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. ഒരു മാതാവിനത് താങ്ങാൻ കഴിയുമോ? 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയോടടുത്ത വേദന സഹിച്ചു പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ? കഴിയൂലല്ലോ. അശ്ലീലങ്ങളിലേക്ക്, ആഭാസങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് പൊന്നുമോള് പോയത് ഉൾക്കൊള്ളാൻ കഴിയാതെ പെട്ടെന്ന് ദേഷ്യം വന്ന മകളെ ഒന്ന് വഴക്ക് പറഞ്ഞു പോയി, മകൾക്കൊരടി കൊടുത്തു പോയി. ആ മാതാവ് ചെയ്ത തെറ്റതാണ്. പക്ഷേ മാതാവിനോട് പകരം ചോദിക്കാൻ വേണ്ടി പിശാചിനെ കൂട്ടുപിടിച്ച് കാമുകനെ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ശരീരത്തെ വെന്തുരുക്കി കത്തിച്ച് നശിപ്പിച്ച് കളയാൻ അള്ളാഹുവിനെതിരെയല്ലേ ആ പൊന്നുമോള് തീരുമാനമെടുത്തത്? അള്ളാഹു നൽകിയ സൗന്ദര്യത്തെയല്ലേ പൊന്നുമോള് കത്തിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞത്? 3ാമത്തെ ദിവസമായപ്പോൾ ഐസിയുവിലെ ട്രീറ്റ്മെന്റ് സക്സസ് ആകാതെ ഡോക്ടേഴ്സിന്റെ സ്കിൽഫുള്ളായ ഡോക്ടേഴ്സിന്റെ ക്യാപ്സൂളുകളും ഇഞ്ചക്ഷനുകളും മരുന്നുകളും ഒന്നും ബലപ്പെടാതെ ആ മകളങ്ങ് മരണപ്പെട്ടു പോയി. കരളിന്റെ കാതലായ ഉമ്മാനോട് പിണങ്ങി ഉമ്മാന്റെ അടുത്ത് മാത്രം വർത്തമാനം പറയാതെ ആ പൊന്നുമോളങ്ങ് മരിച്ചുപോയി. ചോദിക്കട്ടെ, ഈ മോള് സ്വർഗത്തിൽ കടക്കുമോ? കാമുകൻ
ഉമ്മാനേക്കാൾ കാമുകന് പ്രാധാന്യം കൽപ്പിച്ച വാപ്പാന്റെ തീരുമാനത്തെക്കാൾ കാമുകന്റെ തീരുമാനത്തിന് പ്രാധാന്യം കൽപ്പിച്ച ഈ 18 വയസ്സുള്ള സൗന്ദര്യവതിയായ ഇത്രയും കാലം സുബഹി നിസ്കരിച്ച വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ഈ പൊന്നുമോള് സ്വർഗത്തിൽ പോകുവോ? ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ പോകൂല, ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ പോകൂല. അതുകൊണ്ട് എൻ്റെ പെങ്ങളെ, 17 വയസ്സുള്ള 16 വയസ്സുള്ള പൊന്നുമോളെ, ഏതൊക്കെയോ കാമുകനോടൊപ്പം ഓടിച്ചാടി നീ പോയിട്ട് നിന്റെ വാപ്പാനെ ധിക്കരിച്ച് ഉമ്മാനെ ധിക്കരിച്ച്, ഉമ്മ നൽകിയ ദീനീയായ സംരക്ഷണങ്ങളെ അവമതിച്ച്, വാപ്പ നൽകിയ ദീനീയായ ചുറ്റുപാടുകളെ മുഴുവനും ഓവർടേക്ക് ചെയ്ത് നീ തോന്നിവാസം കാണിച്ചാൽ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നോ? ആഖിറത്തിൽ ജയിക്കാമെന്ന് കരുതുന്നോ? അത് അതിമോഹമാണ് മോളെ, അത് വ്യാമോഹമാണ് മോളെ. ഈ ഉമ്മാന്റെ മാനസികാവസ്ഥ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആറ്റലായ പൈതലേ, ആരംഭ പൊന്നോമലേ, ആശയേറുന്നാമ്പലേ, അല്ല തന്ന കാവലേ. താരാട്ടി താരാട്ടി ഉറക്കി 17 വയസ്സുവരെ 18 വയസ്സുവരെ ഊണില്ലാതെ ഉറക്കമില്ലാതെ ചോറ് കൊടുത്ത് പാല് കൊടുത്ത് പനിനീർ പൂവ് പറിച്ചു കൊടുത്ത് വളർത്തി വലുതാക്കിയ ഉമ്മാനെ വില വയ്ക്കാതെ വകവയ്ക്കാതെ, ഉമ്മാന്റെ വില മനസ്സിലാക്കാതെ തോന്നിവാസങ്ങളിലേക്ക് പോയ പൊന്നുമോള് സ്വർഗത്തിൽ കടക്കുമോ? ഉമ്മാന്റെ പൊരുത്തമില്ലെങ്കിൽ വല്ലാഹി വല്ലാഹി ആ മോള് സ്വർഗത്തിൽ കടക്കൂല. വാപ്പാന്റെ പൊരുത്തമില്ലെങ്കിൽ വല്ലാഹി വല്ലാഹി ആ മോള് സ്വർഗത്തിൽ കടക്കൂല. ഉമ്മാനെ അവഗണിച്ചുകൊണ്ട് വാപ്പാനെ അവഗണിച്ചുകൊണ്ട് തോന്നിവാസത്തിന് പുറപ്പെടുന്ന പെങ്ങന്മാര് ഒരു വേള ആലോചിക്കാൻ വേണ്ടി അന്യമതക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ടാണെങ്കിലും തന്റെ കാമുകനാണവൻ, തന്റെ പ്രണയ പ്രേയസനാണവൻ എന്നും പറഞ്ഞ് യാത്ര പുറപ്പെടുന്ന പൊന്നുമോളെ, ഈ സമുദായത്തിലെ എത്രയോ ആൺകുട്ടികൾ അന്യമതക്കാരികളായ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ട് ബോംബെയിലോ ചെന്നൈയിലോ മംഗലാപുരത്തോ ഗോവയിലോ തട്ടിക്കൊണ്ടു പോകുന്നില്ലേ? എടാ മോനെ, അത് നരകത്തിലേക്കുള്ള യാത്രയാണ്. നിന്റെ ഉമ്മാന്റെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ, ഉമ്മ നൽകിയ അമ്മിഞ്ഞപ്പാലിന് പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ സാലറീസുകളില്ല. ഉമ്മ നൽകിയ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്റെ കയ്യിൽ നോട്ടുകെട്ടുകളില്ല. കോടാന കോടി സമ്പത്ത് കൊണ്ടുവന്ന് ഉമ്മാന്റെ മടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞാലും ഉമ്മ നൽകിയ സ്നേഹത്തിന് പകരമാകൂല. വാപ്പ നൽകിയ വാരിപ്പുണരലുകൾ, വാപ്പ നൽകിയ വാരിപ്പുണരലുകൾക്ക്, വാപ്പ നൽകിയ ചുടുചുംബനങ്ങൾക്ക്, വാപ്പ വളർത്തി വലുതാക്കിയ അധ്വാനങ്ങൾക്ക് ലോകത്തൊന്നും കൊടുത്താൽ പകരമാകൂല. അങ്ങനെയുള്ള ഉമ്മാനെയും വാപ്പാനെയും അവഗണിച്ച് നരകത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭയാനകമായ നരകമാണ് മോളെ നിന്നെ കാത്തുകാത്തിരിക്കുന്നതെന്ന ഉത്തമമായ ബോധ്യം നിന്റെ കൽബിൽ വരട്ടെ, നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കട്ടെ. വഉദ്ഖിലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വഉദ്ഖിലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി ജന്നാത്തിൻ
تجري من تحتها الأنهار خالدين فيها بإذن ربهم تحيتهم فيها سلام خالدين فيها بإذن ربهم تحيتهم فيها سلام സത്യവിശ്വാസം സ്വീകരിച്ച ആളുകളുണ്ടല്ലോ, അല്ലാഹുവിൽ യഖീനും ഈമാനും പുലർത്തിയ ആളുകളുണ്ടല്ലോ, സൽക്കർമ്മങ്ങൾ ചെയ്തു പോയ പെങ്ങളെ, കാമുകന്റെ പിന്നാലെ പോകാതെ, പ്രണയ പ്രേയസന്റെ പിന്നാലെ പോകാതെ, തോന്നിവാസത്തിന് പുറപ്പെടാതെ അല്ലാഹുവിന് ഹബീബിന് വഴിപ്പെട്ട് ജീവിച്ച പെങ്ങളുണ്ടല്ലോ, മോളെ 18 വയസ്സുകാരനായ ചെറുപ്പക്കാരാ, ജന്നാതി തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി ആറുകൾ ഒഴുകുന്ന, പാലാറൊഴുകുന്ന, തേനാറൊഴുകുന്ന സ്വർഗീയ ആരാമത്തിൽ എന്നെന്നും നീ നിതാന്തവാസിയാണ് മോളെ, മോനെ. നിങ്ങളുടെ ഹിതമനുസരിച്ച് അവരവിടെ നിതാന്തവാസികളായി കഴിയുന്ന ആളുകളാണ്. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ അവർക്ക് അവിടെ അഭിവാദ്യം സലാമാണ്. മാലാഖമാര് സലാം പറയുന്നു, അവർ പരസ്പരം സലാം പറയുന്നു, അല്ലാഹു സലാം അറിയിക്കുന്നു. സമാധാനം, കാലാകാലം അവസാനിക്കാത്ത സ്വർഗമുണ്ടല്ലോ മോനെ, തീരാത്ത സുവർഗമുണ്ടല്ലോ മോളെ. എന്റെ ഹൃദയത്തിന്റെ ഭാഗങ്ങളായ യുവ തലമുറയിലെ പ്രിയപ്പെട്ട മക്കളെ, ആ സ്വർഗീയ ആരാമങ്ങളിൽ മാടപ്പിറാവുകളായി പറന്നുല്ലസിക്കാൻ, ആ സ്വർഗീയമായ ഉദ്യാനങ്ങളിൽ പൂമ്പാറ്റകളെ പോലെ ആർത്തുല്ലസിക്കാൻ നിങ്ങളെ ഈ മജ്ലിസ് സ്വാഗതം ചെയ്യുകയാണ്. സ്വർഗീയമായ ഉദ്യാനങ്ങൾ വേണമോ? അതല്ല നരകീയമായ അഗ്നിക്കൊടുങ്കാറ്റുകളിൽപ്പെട്ട് ആപതിച്ച് അഗ്നിസ്ഫുലിംഗങ്ങളിൽ, നാരകീയമായ അഗ്നിസ്ഫുലിംഗങ്ങളിൽപ്പെട്ട് തമസ്വീകരണം സംഭവിച്ച് നശിച്ച് നാമാവശേഷമാകണമോ? ആലോചിക്കുക. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും ജീവിക്കണം. കൃത്യമായി 5 നേരം നമ്മൾ നിസ്കരിക്കണം. വിശുദ്ധമായ റമദാൻ വരുന്നു, അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. ആരും പെണ്ണു പിടിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, സ്ത്രീകളെ വ്യഭിചരിക്കരുത്, അന്യായമായി അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കരുത്, ഒരു ആലിമിനെയും ചീത്ത വിളിക്കരുത്, ഒരു തങ്ങളെയും നിസാരപ്പെടുത്തരുത്. ഒരു ആലിമിനെയും ചീത്ത വിളിച്ചിട്ട്, AP ഉസ്താദിനെ ചീത്ത വിളിച്ചിട്ട് സ്വർഗത്തിൽ പോകാൻ ആരും വിചാരിക്കണ്ട. താജുല്ലുലമ ഉള്ള ആള് തങ്ങളെ ചീത്ത വിളിച്ചിട്ട് തങ്ങളുപ്പാപ്പാന്റെ ആ മഹത്വത്തെ ഇടിച്ച് താഴ്ത്തിയിട്ട് ഒരു നിസ്കാരക്കാരനും സ്വർഗത്തിലെത്താന്ന് വിചാരിക്കണ്ട. ആലിമീങ്ങളെല്ലാം ആലിമീങ്ങൾ തന്നെ, സാദാത്തുക്കളെല്ലാം സാദാത്തുക്കൾ തന്നെ. അവരസറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അവരസറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രത്നമാ. രാജാക്കളെക്കാളുപരിയായി കാണേണ്ടതാ, രാജാക്കളെക്കാളുപരിയായി കാണേണ്ടതാ. വേണ്ടുന്നതെല്ലാം ചെയ്തു നാം കൊടുക്കേണ്ടതാ, വേണ്ടുന്നതെല്ലാം ചെയ്തു നാം കൊടുക്കേണ്ടതാ. തങ്ങൾമാരെ സാദാത്തുക്കൾ ആരാണ്? ഹബീബിന്റെ രക്തമാണ് അവരുടെ സിരയിലൂടെ ഒഴുകുന്നത്, മുത്തുനബിയുടെ ചോരയാണ് അവരുടെ ധമനികളിലൂടെ പ്രവഹിക്കുന്നത്. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത
ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. മഹാനായ തഴവ ഉസ്താദ്, അല്ലാഹു അവിടുത്തെയുടെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ആ ശ്രേഷ്ഠനായ മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബുകളെ നന്നാക്കി തരട്ടെ. അവിടുന്ന് അൽമവാഖിബുൽ ജലിയയിലൂടെ പഠിപ്പിക്കുകയാണ്, ഒരു ദിവസം തങ്ങന്മാരെ സ്നേഹിക്കുന്നതിന്റെ പ്രതിഫലം ഒരു വർഷമുള്ള ഇബാദത്തും അത്രയും മഹത്വം എത്തിക്കൂല. അതുകൊണ്ട് തങ്ങന്മാരെ ആക്ഷേപിച്ച് ആലിമീങ്ങളെ തെറി പറഞ്ഞ് ഇവിടെ ഗ്രൂപ്പിന്റെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കി ആരും ജയിക്കാമെന്ന് വിചാരിക്കണ്ട. അവനവൻ നന്നാകണം. ഞാൻ ആരെയും എന്തിനാ ഞാൻ ചീത്ത വിളിക്കാൻ പോണത്? ഞാൻ എന്തിനാ ആലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇടപെടേണ്ട കാര്യമെന്താ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. എന്നിട്ട് എന്തു വേണം? ഞാൻ സുബഹി ഖളാക്കാതെ നിസ്കരിക്കണം. ഞാൻ 5 നേരം നിസ്കരിക്കണം. ഞാൻ എൻ്റെ ജീവിതം നന്നാക്കണം. എൻ്റെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇവിടെ ചില ആളുകൾ ചീത്ത വിളിക്കാൻ ഒരുമിച്ചുണ്ടാകും, സ്റ്റേജ് കെട്ടാൻ ഒരുമിച്ചുണ്ടാകും, തെറിയഭിഷേകം നടത്താൻ പോസ്റ്റർ ഒട്ടിക്കാനുണ്ടാകും. ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിനകത്ത് വേണം. അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. അദീമായ പടച്ചവൻ നമ്മളെയൊക്കെ അവന്റെ അടുക്കൽ പൊരുത്തമുള്ള നല്ല സ്വാലിഹീങ്ങളായി അവന്റെ അടുക്കൽ മുത്തുനബിയുടെ ചാരത്ത് നമ്മളെ കൂട്ടിത്തരട്ടെ. അല്ലാഹുവേ, ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.